Hello friends, I'm Shruti from Lollipops. നമ്മുടെ third episode ആണ് ബി യുവർ ബെസ്റ്റ് വിത്ത് ലോലിപോപ്സ് ഉണ്ടത്. ഏറ്റവും കൂടുതൽ പേര് ഫസ്റ്റ് രണ്ട് എപ്പിസോഡിലും ചോദിച്ചത് ഏത് ബോഡിക്ക് ഏത് ടൈപ്പ് ഓഫ് ടയേഴ്സ് ആണ് നല്ലതെന്നുള്ളതാണ്. അപ്പം അതിലേക്കുള്ള ഒരു പാത്വേ ആണ് നമ്മൾ ഈ ഓരോന്ന് പറഞ്ഞത്. അതായത് കുർത്തി ടൈപ്പ് ആണെങ്കിലും ബോട്ടം ടൈപ്പ് ആണെങ്കിലും അന്നേരം എല്ലാം കൂടി നമ്മളൊരു വീഡിയോയിൽ കവർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പാർട്സ് ആയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് നോ യുവർ ബോഡി ബെറ്റർ എന്നാണ്. അതായത് നമ്മുടെ ബോഡീനെ കുറിച്ച് നമുക്ക് കുറച്ചും കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം, നമ്മുടെ ബോഡിയിലെ പാർട്സും അതിൻ്റെ മെഷർമെൻറ്റ്സും ഒക്കെ. പിന്നെ എനിക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിനിപ്പോൾ എന്തോരം വീഡിയോസ് കണ്ടാലും, ബിക്കോസ് സോഷ്യൽ മീഡിയയിൽ അത്രത്തോളം വീഡിയോസ് ഉണ്ട് ഷേപ്പിന് ചേരുന്ന ടയേഴ്സ്, എങ്ങനെ ഡ്രസ്സ് ചെയ്യണം എന്നൊക്കെ. ഇതൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ ഒരു കംഫർട്ടും നിങ്ങളുടെ ഒരു സ്റ്റൈലും കാണും. ഇതൊന്നും കണ്ടിട്ട് ഓവർവെൽംഡ് ആവേണ്ട ആവശ്യമില്ല, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ എനിക്ക് അവിടെ ഒന്നുമില്ല. നിങ്ങൾ എന്താണോ അതിൽ നിങ്ങൾ ഓൾറെഡി ബെസ്റ്റാണ്. ജസ്റ്റ് ബിൽഡ് യുവർ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അതുപോലെ ഞങ്ങൾ പറയുന്നത് ഒന്നും റൂൾസ് അല്ല, ഒന്നും റെഗുലേഷൻസ് അല്ല, ഇതെല്ലാം ജസ്റ്റ് ഗൈഡ് ലൈൻസ് ആണ്. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റൈൽ കണ്ടുപിടിക്കാൻ ഇത് ഹെൽപ്ഫുൾ ആകും എന്നുള്ളത് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പം പ്ലീസ് എങ്ങനെയാണോ നിങ്ങൾ അങ്ങനെ തന്നെ നിങ്ങൾ ബ്യൂട്ടിഫുൾ ആണ്. ജസ്റ്റ് ബിൽഡ് യുവർ കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടി ഈ ടിപ്സ് ഹെൽപ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് എടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ പാർട്സ് ആണ്. ബിക്കോസ് നമ്മളെപ്പോഴും ഓൺലൈനിൽ പ്രോഡക്ട്സ് മേടിക്കുമ്പം എല്ലാവരും കൂടുതലായിട്ട് നമുക്ക് വരുന്ന ക്വറിയാണ്, ഞാൻ പുറത്തുനിന്ന് മേടിക്കുമ്പം എം ആണ്, അപ്പോൾ ഇതിനും എം ആണോ ആവണം എന്നില്ല. ബിക്കോസ് ഓരോ ബ്രാൻഡിൻ്റെയും സൈസ് ഡിഫർ ചെയ്യും. അപ്പോൾ അത് നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പം അത് അറിയണമെങ്കിൽ നമ്മുടെ ബോഡിയുടെ മെഷർ നമുക്ക് അറിയാമെങ്കിൽ എവിടെ പോയാലും ആ സൈസ് ആയിട്ട് നോക്കി നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അതല്ലാണ്ട് ഇപ്പം ഞാൻ വേറെ ചെയ്തിരിക്കുന്ന സൈസ് എം ആണെങ്കിൽ എന്നെപ്പോലെ ആയിരിക്കും നിങ്ങൾ എന്ന് പറഞ്ഞ് മേടിക്കരുത്. ബിക്കോസ് ഇത് നമ്മൾ കാണുന്നത് തന്നെ വീഡിയോയിലാണ്. അപ്പോൾ ഡിഫറൻസ് ഉണ്ടാവും. ചിലപ്പോൾ എനിക്ക് അതിനേക്കാൾ സൈസുള്ള ഒരാളായിരിക്കും, ചിലപ്പോൾ അതിനേക്കാളും കുറവുള്ളതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് മെഷർ ചെയ്യേണ്ട. നിങ്ങളുടെ ബോഡി അറിഞ്ഞിട്ട് അത് നോക്കി സൈസ് ചാർട്ട് നോക്കിയിട്ട്, അപ്പോൾ നമ്മുടെ എന്നല്ല, ഏത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണെങ്കിലും ഏത് ഷോപ്പിലാണെങ്കിലും നിങ്ങൾക്ക് പോയി വെയർ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സൈസ് ഞാൻ പറഞ്ഞു തരുന്ന പോയിന്റ്സ് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് സൈസ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഇതൊരു ബേസിക് സ്റ്റെപ്പാണ്. ബിക്കോസ് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഏത് ബോഡി ടൈപ്പാണ്, എന്തൊക്കെ കൈൻഡ് ഓഫ് അറ്റയേഴ്സ് നമുക്ക് ചേരും എന്നുള്ളത് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പം ഈ ഒരു എപ്പിസോഡ് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പരമാവധി നോക്കുക. അപ്പം നമുക്കിനി നോക്കാം നമ്മുടെ ബോഡി എങ്ങനെയാണ്, അല്ലെങ്കിൽ ബോഡി മെഷേഴ്സ് എങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടതെന്ന് ഒന്ന് കറക്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇതിന് നമ്മുടെ ബോഡി മെഷേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇഞ്ച് ടേപ്പാണ് യൂസ് ചെയ്യുന്നത്. എല്ലാവരുടെയും വീട്ടിൽ കാണും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരെണ്ണം മേടിച്ചാലും നിങ്ങൾക്ക് യാതൊരു നഷ്ടമില്ല. ഓൺലൈനിലൂടെ പ്രൊഡക്ട്സ് മേടിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. അതല്ലെങ്കിൽ തന്നെ നമ്മളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ, അതുകൊണ്ടൊരു ഇഞ്ച് ടേപ്പ് മേടിക്കുക. ഇനി ഞാൻ ഓരോ ബോഡി പാർട്സ്, നമ്മുടെ സൈസ് ചാർട്ടിൽ നമ്മൾ കൂടുതലായിട്ട് കാണുന്ന പാർട്സിനെ കുറിച്ചും അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് കേട്ടോ. മിക്കപ്പോഴും സൈസ് ചാർട്ടിൽ വരുന്നതാണ് നമ്മുടെ ബസ്റ്റ് എന്ന് പറയുന്നത്. ബസ്റ്റ് എന്നായിരിക്കും ചിലയിടത്ത് ആംപിറ്റ് ടു ആംപിറ്റ് ആയിരിക്കും. അത് നിങ്ങൾ നോക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്, മെഷേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ ഇത് എടുക്കുന്നതിന് മുന്നേ നിങ്ങൾ കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക്കിലുള്ളത് എടുക്കുക കേട്ടോ. ഇപ്പം സ്വെറ്റ് ഷർട്ട്സോ അങ്ങനെയൊന്നും ഇടാതെ, ഒന്നുകിൽ ജിം ഔട്ട്ഫിറ്റ്സ് അല്ലെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഫിറ്റിലുള്ള കുർത്തി അങ്ങനെയുള്ളത് വെച്ചിട്ട് വേണം. നിങ്ങൾ എങ്ങനെയാണോ ഇരിക്കുക അങ്ങനെ ഏറ്റവും കൂടുതൽ സാമ്യമുള്ള ഒരു കൈൻഡ് ഓഫ് ഒരു ക്ലോത്ത് ഇടുക. ഒത്തിരി കട്ടിയാണെങ്കിൽ നമ്മുടെ മെഷർമെൻറ്റ്സ് മാറിപ്പോകും. ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് ബോഡി മെഷേഴ്സും ഉണ്ട്, ഗാർമെൻറ്റ് മെഷേഴ്സ് രണ്ടാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ നമ്മുടെ ബസ്റ്റ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഫുള്ളസ്റ്റ് പാർട്ട് ഓഫ് യുവർ ബോഡിയാണ്. അതായത് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു സർക്കിളിൽ വരുന്നതാണ്. അതായത് കറക്റ്റ് പാരലായിട്ട് നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ എടുക്കുന്നതിനാണ് നമ്മൾ ബസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളിത് കറക്റ്റ് ടൈറ്റ് ആക്കി വെക്കുമ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി മെഷറാണ്. അതല്ലാതെ കുറച്ചുകൂടി ലൂസാക്കി വെക്കുമ്പോൾ ഉള്ളതാണ് നമ്മുടെ ഗാർമെൻറ്റ് മെഷേഴ്സ്. ഫോർ എക്സാമ്പിൾ, ഇത് കറക്റ്റ് ടൈറ്റ് ആക്കി വെക്കുമ്പോൾ എനിക്ക് വരുന്ന 36 ആണ്. പക്ഷേ നമുക്കൊരിക്കലും അങ്ങനെ ഒരു 36 സാധനം, അല്ലെങ്കിൽ എസ്, അല്ലെങ്കിൽ നമ്മുടെ യാമിയുടെ സൈസ് ചാർട്ട് പ്രകാരം എസ് എനിക്ക് ഫിറ്റ് അല്ല. അപ്പോൾ നെക്സ്റ്റ് സൈസ്, അതായത് 36 ആണെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് വേണം, അതായത് 38 വേണം എടുക്കാൻ. അതാകുമ്പം 38 ആകുമ്പം ഇവിടെ ഇത്രയും സ്പേസ് വരുന്നുണ്ട്. ഓക്കെ, എപ്പോഴും ഗാർമെൻറ്റ് മെഷർ ആണെങ്കിൽ ആ ഒരു ഗ്യാപ്പ് ഇടുക. ബോഡി മെഷർമെൻറ്റ്സ് ആണെങ്കിൽ ഇവിടെ കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ളത് നിങ്ങൾ എടുക്കുക കേട്ടോ. ബോഡി മെഷർമെൻറ്റ്സ് നമുക്ക് ഏതാണ് നമ്മുടെ ഷേപ്പ് എന്ന് അറിയാൻ വേണ്ടി അതിന് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ രണ്ടും പറയുന്നത്. ഗാർമെൻറ്റ് മെഷർ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഒരു ലൂസ് ഇട്ടിട്ട് വേണം നോക്കാനായിട്ട്. ഓക്കെ, അതാണ് ബസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ആണ്. ഓൾമോസ്റ്റ് എല്ലാവർക്കും കൺഫ്യൂഷനുള്ളൊരു പാർട്ടാണ് ഈ വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാവരും വിചാരിക്കുന്ന വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അബ്ഡമനിലെ, നമ്മുടെ ബെല്ലി ബട്ടൺ, നമ്മുടെ വയറിൻ്റെ അവിടെ ആണ് വേസ്റ്റ് എന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങനല്ല. വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ എല്ലാവർക്കും ഒരു കേർവ് ഉണ്ടാകും. ആ കേർവ് വരുന്ന ഭാഗമാണ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ. അത് ഈസിലി നമുക്ക് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പർ ടോസോയിലാണ്. അപ്പോൾ അപ്പർ ടോസ് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്യുമ്പം ഇവിടെ ഒരു കേർവ് വരും. ആ ഒരു കേർവ് വരുന്നിടത്താണ് നമ്മുടെ വേസ്റ്റ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി നമ്മൾ ഹൈ വേസ്റ്റ് അല്ല, ഇപ്പോൾ നമ്മുടെ മിഡ് വേസ്റ്റ് ഒക്കെയാണ് നമ്മുടെ ബോട്ടം ഇടുന്നതെങ്കിൽ അതിൻ്റെ തൊട്ട് മുകളിലായിട്ടായിരിക്കും നമ്മുടെ ശരിക്കും വേസ്റ്റ് വരിക. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ
ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഒരു കേർവാണ് നമ്മുടെ വേസ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പം എനിക്കിപ്പം അത് ഏകദേശം ഒരു 32 ആണ്. പക്ഷേ നമ്മുടെ നെക്സ്റ്റ് 32-ലുള്ളതായിരിക്കില്ല നമ്മൾ മേടിക്കേണ്ടത്, അതിൻ്റെ നെക്സ്റ്റ് വരുന്നതായിരിക്കും. ബിക്കോസ് ഇത് 32 എന്ന് പറഞ്ഞാൽ ബോഡി മെഷറാണ്, അതിനേക്കാൾ കൂടുതലായിരിക്കും ഗാർമെൻറ്റ് മെഷർ എപ്പോഴും വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ വരുന്നതെന്ന് പറഞ്ഞാൽ ഹിപ്പാണ്. ഹിപ്പെന്ന് പറഞ്ഞാലും നമ്മൾ ഫുള്ളായിട്ട് ഏറ്റവും ഹെവി ആയിട്ട് ഏറ്റവും ലാർജറായിട്ട് നമ്മുടെ ബട്ടക്സ് വരുന്ന ആ ഒരു പാർട്ടിലെ മെഷർമെൻറ്റ്സ് ആണ് നമ്മൾ ഇതിനായിട്ട് എടുക്കേണ്ടത് കേട്ടോ, ഹിപ്പിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത്. ഇതാണ് നമുക്ക് മെയിൻ. പിന്നെ ഷോൾഡർ ഉണ്ട്. ഷോൾഡർ എനിക്കൊന്ന് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം ഷോൾഡർ ടു ഷോൾഡർ എങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടതെന്നുള്ളത്. ഇതാണ് മെയിനായിട്ട് നമുക്ക് വരുന്ന മെഷർമെൻറ്റ്സ്. ഇനി നിങ്ങൾ സപ്പോസ് ഒരു ബോട്ടമാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ബോട്ടം ഇൻസീം ലെങ്ത്തും ഔട്ട് സീം ലെങ്ത്തും ആണ് യൂഷ്വലി വരുന്നത്. ഔട്ട് സീം എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണോ ഇടുന്നത് അവിടെ തൊട്ട് താഴേക്കും. ഇൻസീം എന്ന് പറയുമ്പം അകത്താണ്, അകത്തെ ഭാഗത്തെ ആ ഒരു ലെങ്ത്തുമാണ് നമ്മൾ എടുക്കുന്നത്. ഇതാണ് നമ്മുടെ ബേസിക് മെഷർമെൻറ്റ്സ്. ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ബോഡീനോട് ചേർത്തിട്ട് നമ്മൾ മെഷർമെൻറ്റ്സ് എടുത്താൽ അത് ബോഡി മെഷേഴ്സും. ഗാർമെൻറ്റ് മെഷർ ഒരിക്കലും ബോഡി മെഷറുമായിട്ട് കമ്പയർ ചെയ്ത് ബോഡി മെഷറിനേക്കാൾ കൂടുതലായിരിക്കണം ഗാർമെൻറ്റ് മെഷർ, എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ഫിറ്റിലുള്ള ഗാർമെൻറ്റ്സ് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഈ ടിപ്സ് നിങ്ങൾക്ക് ഉപകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബിക്കോസ് ഇനി ഗോയിങ് ഫോർദർ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഏത് ഓൺലൈൻ വെബ്സൈറ്റ് ആയിക്കോട്ടെ ഓഫ്ലൈൻ സ്റ്റോഴ്സ് ആയിക്കോട്ടെ എവിടെ പോയാലും നിങ്ങളുടെ ബോഡി മെഷേഴ്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇത് ഇച്ചിരി ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ ബോഡി മെഷേഴ്സ് എഴുതിയ പേപ്പർ സൂക്ഷിച്ച് വെക്കുക. ബിക്കോസ് ഇനി വരുന്ന എപ്പിസോഡ്സിൽ നമ്മൾ പറയുന്നതായിരിക്കും എങ്ങനെ ബോഡി ടൈപ്പ് ഡിറ്റർമിൻ ചെയ്യണം, അതുപോലെ ബോഡി ടൈപ്പിന് ചേരുന്ന സൈസിൻ്റെ അറ്റയേഴ്സ് എങ്ങനെ അത് സ്റ്റൈൽ ചെയ്യുക എന്നുള്ള ചെറിയ ടിപ്സും ഗൈഡ് ലൈൻസും. ഓക്കെ, അപ്പം സ്റ്റേ ട്യൂൺ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.